ഈ കൃപാകാലത്ത് മാത്രമാണ് യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാത്തത്. അതിൻ്റെ മുമ്പും പിമ്പും യഹൂദരെന്നും ജാതികളെന്നും വ്യത്യാസമുണ്ട്. അപ്പസ്തോലപ്രവൃത്തികൾ 2-ാം അധ്യായത്തിലും പല രാജ്യങ്ങളിൽ നിന്നായി ജെറുസലേമിൽ തിരിച്ചെത്തിയ അവരെക്കുറിച്ച് പറയുന്നത് ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ എന്നാണ്. വീണ്ടും പത്രോസ് മറ്റ് 11 പേരോടും കൂടെ എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരെ അഡ്രസ്സ് ചെയ്യുന്നത് യഹൂദാ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, യഹൂദരെ ഒരു പ്രത്യേക ജനമാക്കി ദൈവം മാറ്റിയ ശേഷം അവർ എവിടെയെല്ലാം ചിതറപ്പെട്ടാലും അവർ തിരികെ വരുമ്പോൾ അവർ യഹൂദർ തന്നെയാണ്. യഹൂദനെന്നോ ജാതിയെന്നോ വ്യത്യാസമില്ലാത്തത് ഈ കൃപാകാലത്ത് മാത്രമാണ്. ഈ കൃപാകാലത്ത് ഒരു യഹൂദന് രക്ഷിക്കപ്പെടണമെങ്കിൽ അവൻ്റെ 8-ാം ദിവസത്തെ പരിച്ഛേദന മുതലുള്ള സകല മഹിമകളും വിട്ടൊഴിഞ്ഞ് ദൈവകൃപയിലേക്ക് വരണം. പൗലോസിലൂടെ നൽകപ്പെട്ട ഈ കൃപയുടെ സുവിശേഷത്തിൽ മാത്രമാണ് യഹൂദനെന്നോ